മോർണിംഗ് വൈബ്സിലേക്ക് വീണ്ടും സ്വാഗതം. കർണാടകയിലെ ഷിരൂരിൽ തെരച്ചിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ കർണാടക മുഖ്യമന്ത്രിയെ കാണാനൊരുങ്ങി അർജുന്റെ കുടുംബം. ഗോവയിൽ നിന്നുള്ള ഡ്രെഡ്ജർ എത്തിക്കുന്നത് വൈകുന്നതിനെ തുടർന്നാണ് തീരുമാനം. ഈശ്വർ മാൽപേയ്ക്ക് സ്വന്തം നിലയിൽ തെരച്ചിൽ നടത്താൻ അനുമതി നൽകണമെന്നും കുടുംബം ആവശ്യപ്പെടും. ഇനി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കർണാടക മുഖ്യമന്ത്രിയെ കാണാനുള്ള ഒരു നീക്കം ഞങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും തുടർ നടപടികൾ പെട്ടെന്ന് തന്നെ സ്വീകരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയും നൽകുകയും അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്യും. അതിനുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ഞങ്ങൾ നോക്കുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. കെ വി ബൈജു വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, ഗുഡ് മോർണിംഗ്. അർജുനെ കണ്ടെത്തുക എന്നുള്ളത് ഇപ്പോൾ അർജുന്റെ കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം, ഒപ്പം അർജുന്റെ കുടുംബത്തെ കാണാൻ ഇന്നലെ ഈശ്വർ മൽപെ എത്തിയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ആത്മവിശ്വാസം കൂടുതൽ അവരിലേക്ക് വരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ എനിക്കതിന് സാധിക്കുമെന്ന് മൽപെ പറഞ്ഞിട്ടുണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ നീക്കി സ്വതന്ത്രമായി തിരയാനുള്ള ഒരു അവസരം മൽപയ്ക്ക് കൊടുക്കണം എന്നതാണ് ഇപ്പോൾ കുടുംബം ആവശ്യപ്പെടുന്നത്. അതിന് ആയി മുഖ്യമന്ത്രിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം, അല്ലെ? തീർച്ചയായും അശ്വതി കൃഷ്ണേന്ദു, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഡ്രെഡ്ജർ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ നീളുമെന്നൊരു സൂചന കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നു. അതാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഒപ്പം DK ശിവകുമാർ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെയും കാണാൻ കുടുംബം ഒരുങ്ങുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത് സ്വന്തം നിലയിൽ സ്വതന്ത്രമായി ഇത്തരത്തിൽ തെരച്ചിൽ നടത്താൻ അനുമതി നൽകണമാണ്. കാരണം കഴിഞ്ഞ ദിവസം മാൽപെ ഇവിടെ തെരച്ചിൽ നടത്താനായി സ്വന്തം ഉത്തരവാദിത്തത്തിൽ തെരച്ചിൽ നടത്താനായി ഇറങ്ങിയപ്പോൾ പോലീസ് തടയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ കേസെടുക്കുമെന്ന തരത്തിലൊക്കെ പോലീസ് അത്തരത്തിൽ ഭീഷണി മുഴക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാലും മാൽപെ ഈ കുടുംബത്തെ സന്ദർശിച്ചപ്പോൾ വളരെ പ്രധാനമായും മാൽപെ പറഞ്ഞത് 10 ദിവസത്തിനകം ഈ അർജുന്റെ അവസാനമായി ഒരു നോക്കു കാണണമെന്ന കുടുംബത്തിന്റെ ആഗ്രഹം താൻ നിറവേറ്റുമെന്നാണ്. 1 മാസത്തോളമായി താൻ വീട്ടിൽ പോകാതെ ഈ അങ്കോളയിൽ തന്നെ ഇതിനായി തുടരുന്നു. അതുകൊണ്ട് ഈ തെരച്ചിലിന് അനുമതി ലഭിച്ചാൽ മറ്റു കാര്യങ്ങൾ അത്രയും പെട്ടെന്ന് സാധിക്കും. കാരണം വളരെ അരികിൽ താൻ എത്തിയിരിക്കുന്നു, അർജുന്റെ അരികിൽ എത്തിയിരിക്കുന്നു. അത്തരത്തിൽ ലോറിയുടെ വസ്തുക്കളൊക്കെ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആ ഘട്ടത്തിലാണ് തെരച്ചിൽ നിർത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ഏതായാലും ഏറെ വൈകാരികമായ രംഗമായിരുന്നു ആ മൽപെ അവിടെ എത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. ആ അമ്മ പൊട്ടിക്കരയുകയായിരുന്നു ഇത്തരത്തിൽ ഈ മാൽപെക്ക് മുന്നിൽ. കാരണം മാൽപെയെ ഈ തെരച്ചിൽ നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചത് തന്നെ കുടുംബമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രധാനമായും മാൽപെയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഈ തെരച്ചിലൊക്കെ നടത്തിയിരുന്നത്. ഇനി വേണ്ടത് കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ. അത് കേരളത്തിൽ നിന്നുള്ള പല കമ്പനികളും ഇത്തരത്തിൽ വാഗ്ദാനം നൽകിയിരിക്കുന്നു. അതൊക്കെ അവിടെ എത്തിച്ച് തെരച്ചിൽ നടത്തണമെങ്കിൽ കർണാടക സർക്കാരിന് അനുമതി നൽകണം. ഇതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് സിദ്ധരാമയ്യയും അതുപോലെ തന്നെ DK ശിവകുമാറിനെയും നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇതിന് അനുകൂലമായ ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ കുടുംബം ഇപ്പോൾ വെച്ചു പുലർത്തുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനം ജില്ലാ ഭരണകൂടം ഈ കാര്യത്തിൽ കൈയൊഴിഞ്ഞ ഒരു അവസ്ഥയാണ്. കാരണം ഇത്രത്തോളം വലിയ രൂപ, അതായത് 1 കോടിയോളം രൂപ ചെലവ് വരുന്ന യന്ത്രം കൊണ്ടുവരുന്നതിൽ പരിമിതിയുണ്ടെന്ന് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഇനി തീരുമാനം വരേണ്ടത്. ഇന്നലെ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തീരുമാനം ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, സാങ്കേതിക വിദഗ്ധർ, ഈ ഡ്രെഡ്ജർ കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധർ സ്ഥലത്തെത്തും പരിശോധന നടത്തുമൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതെല്ലാം അനിശ്ചിതത്വം തുടരുന്നു. ഏതായാലും വ്യാഴാഴ്ചയാണ് ഏറ്റവും അവസാനമായി കുടുംബത്തിന് നൽകിയിരിക്കുന്ന ഒരു സമയം. വ്യാഴാഴ്ച തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന ഉറപ്പാണ് നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് തുടരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് കുടുംബം ആശങ്കപ്പെടുന്നത്. ഇനി ഓരോ ദിവസം വൈകുന്തോറും ഇതിന് ഒരു ഉത്തരം ലഭിക്കാത്ത സാഹചര്യം വരും. 3 പേരെ കണ്ടെത്താനുണ്ട്. കന്നഡിഗരായ 2 പേരുണ്ട്, ലോകേഷും ജഗന്നാഥും. അവരെയും കണ്ടെത്തണമെന്ന ആവശ്യം, ആ സമ്മർദ്ദം ശക്തമായി വരുന്നുണ്ട്. അവരുടെ കുടുംബം അവിടെ പ്രതിഷേധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ കർണാടക സർക്കാരാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. ഇതിൽ ഏറ്റവും നേരത്തെ സൂചിപ്പിച്ചത് പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ ഈ ഡ്രെഡ്ജർ എത്തിച്ച് സർക്കാർ സംവിധാനങ്ങളോടുകൂടിയുള്ള തിരച്ചിൽ നടത്തുക, അതല്ലെങ്കിൽ സ്വതന്ത്രമായി ഈ കുടുംബത്തെ, അതായത് കേരളത്തിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇത്തരത്തിൽ ഈ തെരച്ചിൽ നടത്താൻ സന്നദ്ധമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവർക്ക് അതിനുള്ള അനുമതി നൽകുക, പ്രത്യേകിച്ച് ഈശ്വർ മൽപയ്ക്ക് അതിനുള്ള അനുമതി നൽകുക എന്ന ആവശ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. അതിൽ അനുകൂലമായ നിലപാടുണ്ടാകുന്ന ഒരു പ്രതീക്ഷയുണ്ട്. KC വേണുഗോപാലുമായി ഇത് സംബന്ധിച്ച് ഇവർ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചെന്നാണ് കുടുംബം പറയുന്നത്. ആ ഒരു അവസാന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കുടുംബം ഉള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ, അതായത് അടുത്ത ആഴ്ചയോടെയെങ്കിലും തെരച്ചിൽ തുടരാൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഈ ആഴ്ച ഏതായാലും തെരച്ചിൽ തുടരാനുള്ള സാധ്യതയില്ല. കാരണം ഈ ഡ്രെഡ്ജർ എത്തിക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല. അത് കരമാർഗം എത്തിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയാണ്. അങ്ങനെയാണെങ്കിൽ കടൽ മാർഗമാണ് ഇത് എത്തിക്കേണ്ടത്. അതിനുള്ള ഒരുക്കങ്ങളോ അതിനുള്ള പരിശോധനകളോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഏത് രീതിയിൽ ഇനി തെരച്ചിൽ നടത്തണമെന്ന ഒരു ആശങ്ക, ഈ അനിശ്ചിതത്വം കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും ഈ അനുകൂലമായ ഒരു നിലപാട്, ആ തീരുമാനം പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ കുടുംബം ഇപ്പോൾ നിൽക്കുന്നത്.
ബൈജു, അതുപോലെ ഈ മാൽപേ ഇന്നലെ കോഴിക്കോട് അർജുന്റെ വീട് സന്ദർശിച്ചിരുന്നു. അപ്പോൾ എത്ര നേരം അവിടെ ചെലവഴിച്ചു? അമ്മയെ കണ്ടോ? എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? എത്രത്തോളം വൈകാരികമായിരുന്നു ആ ഒരു കൂടിക്കാഴ്ച? തീർച്ചയായും വളരെ വൈകാരികമായ രംഗത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ഇന്നലെ ഉച്ചയോട് കൂടിയാണ് മാൽപേ 1:30 കൂടിയാണ് ഈ വീട്ടിലെത്തിയത്. അമ്മയെ കാണാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്രയും ദൂരത്ത് നിന്നും അദ്ദേഹത്തിന്റെ സംഘങ്ങളൊപ്പം എത്തിയത്. അമ്മ പൊട്ടിക്കരയുന്ന, ഈശ്വർ മാൽപേക്ക് മുന്നിൽ പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അത് മാത്രമല്ല, ഈ ഈശ്വർ മാൽപ കുടുംബത്തിന് നൽകിയ, അമ്മയ്ക്ക് നൽകിയ ഉറപ്പ് മകനെ തിരിച്ച് താൻ അവസാനമായി ഒരു നോക്കുകയാണെങ്കിലും എത്തിക്കും, അത് തന്റെ ശപഥമാണ് എന്നാണ് അതിനുശേഷം മാധ്യമപ്രവർത്തകർ കണ്ടപ്പോൾ മാൽപേ വ്യക്തമാക്കിയത്. അത്തരത്തിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ തെരച്ചിലിൽ മുന്നിട്ട് ഇറങ്ങുന്ന ഒരാളാണ് മാൽപേ. സ്വന്തം ജീവൻ പോലും പണയം വെച്ച്, ഒരുപക്ഷെ തുടക്കത്തിൽ 7 നോട്ട്സ് ഒക്കെ വേഗത അടിയൊഴുക്കിനുണ്ടാകുമ്പോൾ പോലും തെരച്ചിൽ നടത്തിയ ഒരാളാണ് ഈശ്വർ മാൽപേ. കുടുംബത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു മാൽപേ അവിടെ എത്തിയിരുന്നതും. അത് രാവിലെ 7 മണിക്ക് തെരച്ചിൽ തുടർന്നാൽ രാത്രി വൈകിട്ട് 7 മണി ഏറെ വൈകുവോളം ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ ശിരൂരിൽ നിന്ന് കണ്ടതാണ്. അദ്ദേഹം ഇപ്പോഴും പറയുന്നത്, ആ ആത്മവിശ്വാസം അദ്ദേഹം ഇപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട്. അത് അർജുന് മാത്രമല്ല, കന്നഡികരായ 2 പേരുടെ, ആ ലക്ഷ്മണന്റെ ചായക്കടയുടെ തൊട്ടുപിറകിലായി ഇത്തരത്തിൽ കയറ് കിട്ടിയ ആ ഒരു സ്ഥലത്ത് അവിടെ അത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാവും. കാരണം അവിടെ മരങ്ങളൊക്കെ, കൂറ്റൻ മരങ്ങളൊക്കെ പതിച്ചിട്ടുണ്ട്. ആ മരങ്ങൾക്കിടയിൽ ഇവരെ കണ്ടെത്താനാകും എന്ന ഒരു പ്രതീക്ഷ പറയുന്നുണ്ട്. മാൽപേയും കർണാടക സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച് തന്നെ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വൈകാരികമായ ഒരു കാര്യം, മാൽപയുടെ സ്വന്തം മാതാവ് മരിച്ച് 30 ദിവസം പൂർത്തിയാകുന്നതേ ഉള്ളൂ, 30 ദിവസം ആയിട്ടില്ല. ആ സമയത്തും താൻ അർജുന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് നിറവേറ്റാനായി ഗംഗാവലി പുഴയിലിറങ്ങി. അപ്പോഴും കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വളരെ മോശമായ അവസ്ഥയാണ് തനിക്ക് നേരിടേണ്ടി വന്നത് എന്നൊക്കെ കൃത്യമായി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ടായത്. ഏതായാലും അദ്ദേഹം അമ്മയ്ക്ക് കൊടുത്ത ഉറപ്പ്, 10 ദിവസത്തിനകം താൻ ഈ കാര്യം, തന്റെ വാക്ക് താൻ പാലിക്കും, താൻ വീണ്ടും വരും ഈ വീട്ടിൽ, അത് അർജുനും ഉണ്ടായിരിക്കും. അവസാനമായി ആ വീട്ടുകാർക്ക് അർജുൻ എന്ത് സംഭവിച്ചു എന്ന ഒരു ചോദ്യം, അതൊക്കെ ശരി ബൈജു, എന്തായാലും നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നുകൂടി പോകണം. പ്രേക്ഷകർക്ക് എപ്പോഴും താല്പര്യമുള്ള വിഷയം തന്നെയാണ് അർജുനെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് അതിലേക്ക്